നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ മധുബൂത്താണ് കേട്ടോ. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കുറച്ച് കുരുമുളക്, അതുപോലെ തന്നെ കുറച്ച് കറാമ്പൂ, പിന്നെ കുറച്ച് പച്ചമല്ലി, അതുപോലെ തന്നെ ലൈമൂൺ ഒന്നോ രണ്ടെണ്ണമൊക്കെ ആവാം, പിന്നെ കറുകപ്പട്ട, പിന്നെ കറാമ്പൂ, ഏലക്കായ്, അതൊക്കെ ആവശ്യത്തിന് എത്രയാണ് നമ്മൾ അരി എടുക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ച്. പിന്നെ ഇതിലേക്ക് നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം. ആ അരപ്പിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലി എടുക്കാം, പിന്നെ ചെറിയ ജീരകം എടുക്കാം, പിന്നെ കുരുമുളക്, അതുപോലെ തന്നെ കാശ്മീരി ചില്ലി. ഇതെല്ലാം പാടെ മിക്സിയിലിട്ടിട്ട് വെളുത്തുള്ളി വേണം കേട്ടോ. വെളുത്തുള്ളി ഇതെല്ലാം പാടെ മിക്സിയിലിട്ടിട്ട് നമുക്കൊന്ന് അടിച്ചിട്ട് എടുക്കാം. വെള്ളം ഒഴിക്കണ്ട, അങ്ങനെ അടിച്ചെടുക്കാം. അതടിച്ച് ഈ പരുവത്തിലാവുമ്പോൾ നമുക്ക് ഒരു 2 കട്ട മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ മാഗി ക്യൂബും ഇതും കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നന്നാക്കിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിനകത്തേക്ക് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ചിക്കന്, വെള്ളമൊന്നും വെക്കണ്ട, ഓയിലാണ് വെക്കുന്നത്. സാധാ ഓയിൽ, സൺഫ്ലവർ അല്ല, സാധാ ഓയിൽ. ഓയിൽ ഒഴിച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് 1 മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഉപ്പ് ഇടണം കേട്ടോ, കുറച്ചിട്ടാൽ മതി. ഉപ്പ് ഓൾറെഡി മാഗി ചിക്കൻ്റെ ആ സ്റ്റോക്കിലുണ്ടാവും. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട മറ്റൊരു സാധനമാണ് ക്യാപ്സിക്കന്, വലിയ ഉള്ളി, വെളുത്തുള്ളി, പിന്നെ ഈ ക്യാരറ്റ്. നമ്മൾ ആദ്യം കണ്ടിട്ടുള്ള അതിൻ്റെ ഇൻഗ്രീഡിയൻസുകളൊക്കെ നമ്മൾ കുക്കർ വെച്ചിട്ട് എണ്ണ വെച്ചിട്ട് അതിനകത്ത് നല്ലോണം ചെറുതായിട്ടൊന്ന് വരട്ടിയെടുക്കാം. പിന്നെ ഇതൊന്ന് ചെറുതായിട്ട് ബ്രൗൺ കളറായി വരുമ്പോഴേക്കും നമ്മൾ ഈ ക്യാപ്സിക്കനും അതുപോലെ തന്നെ ഈ വലിയ ഉള്ളി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് മിക്സായി വരുമ്പോൾ ചെറുതായിട്ടൊന്ന് വരണ്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ചിക്കൻ ഓരോ പീസായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ചിക്കന് ഇതിനകത്ത് ഇങ്ങനെ എത്രയാണോ ചിക്കനിൽ അത്രയും അതിൽ ഫില്ലാക്കി വെക്കുക. എന്നിട്ട് ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള നിലക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാനൊരു 4 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെച്ചിട്ടാണ് നമ്മൾ വെള്ളം ഒഴിച്ചത്. ആ വെള്ളത്തിൽ ചിക്കനൊക്കെ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഉണ്ടല്ലോ, ക്യാരറ്റ് കുറച്ചിട്ടാൽ മതി. ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഈ തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കാം. അരി നല്ല ബസുമതി റൈസാണ് ഞാൻ ഇട്ടിട്ടുള്ളത് കേട്ടോ. എത്രയാണ് അരി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ളത് വെച്ചാൽ ആ അരികളൊക്കെ ഇട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ശരിക്കും മിക്സ് ചെയ്തിട്ട് നമ്മൾ അടച്ചു വെക്കുക. ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതാണ് നമ്മളെ ചിക്കൻ മധുബൂത്ത് റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായിട്ട് നല്ല വെന്ത്, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നോക്കാം ചിക്കനൊക്കെ വെന്തിട്ടുണ്ടോയെന്ന്. എല്ലാം നല്ല പാകത്തെ വേവാണ്.
ലോ ഫ്ലെയിമിലിട്ടിട്ട് അടിച്ച് വെച്ചാൽ മതി. കുക്കർ വിസിലടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ ചിക്കനൊക്കെ വന്നിക്കണമെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ചിക്കനൊക്കെ ഒരു 3/4 മണിക്കൂറാണ് നമ്മൾ വേവിച്ചത്. ചിക്കനൊക്കെ നല്ല വേവായിട്ടുണ്ട്, അടിപൊളിയാണ്.